ബംഗാൾ ഉൾക്കടലിൽ ചുഴലിക്കാറ്റ് രൂപപ്പെട്ടു. വടക്കൻ തമിഴ്നാട്, പുതുച്ചേരി, തെക്കൻ ആന്ധ്ര തീരത്ത് ചുഴലിക്കാറ്റ് റെഡ്, ഓറഞ്ച് അലർട്ടുകൾ നൽകിയിരിക്കുന്നു. കേരളത്തിൽ തീവ്ര മഴയുണ്ടാകും. ഞായറാഴ്ച മുതൽ കനത്ത മഴ. കൂടുതൽ ജില്ലകളിൽ ഓറഞ്ച് മുന്നറിയിപ്പ് നൽകുകയാണ്. ഡീറ്റെയിൽ ആയി വിവരങ്ങൾ നോക്കാം. ഒപ്പം നിരവധി ആളുകളുടെ മരണത്തിന് ഇടയാക്കിയ വലിയ ദുരന്തത്തിന്റെ, വെള്ളപ്പൊക്കത്തിന്റെയും മണ്ണിടിച്ചിലിന്റെയും വിവരങ്ങളും ലഭ്യമായിരിക്കുന്നു. എല്ലാ ദിവസവും അപ്ഡേറ്റുകൾക്ക് നിങ്ങൾ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ എന്ന ബെൽ ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്യുക. കൂടുതൽ ആളുകൾക്ക് എത്തിച്ചേരാൻ വീഡിയോ ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കണം. തെക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിനു മുകളിലെ അതിതീവ്ര ന്യൂനമർദ്ദം ഫെയ്ജൻ ചുഴലിക്കാറ്റായി ശക്തി പ്രാപിച്ചു. നാളെ ഉച്ചയ്ക്ക് ശേഷം നവംബർ 30-ന് കാരയ്ക്കലിനും മഹാബലിപുരത്തിനും ഇടയിൽ പുതുച്ചേരിക്ക് സമീപം മണിക്കൂറിൽ പരമാവധി 90 കിലോമീറ്റർ വരെ വേഗതയിൽ കരയിൽ പ്രവേശിക്കാൻ സാധ്യത. കേരളത്തിൽ അടുത്ത 5 ദിവസം ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന റിപ്പോർട്ട്. തെക്കൻ കേരള തീരത്ത് ഇന്നും നാളെയും 29, 30 തീയതികളിൽ മത്സ്യബന്ധനം പാടില്ല. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഡിസംബർ 1 മുതൽ ഡിസംബർ 3 വരെയും മത്സ്യബന്ധനം പാടില്ലെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഡിസംബർ 1-ന് ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് നൽകിയിരിക്കുകയാണ്. ഡിസംബർ 2-ന് പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. ഈ ജില്ലകളിൽ പ്രസ്തുത ദിവസങ്ങളിൽ 204 മില്ലിമീറ്റർ വരെ ശക്തമായ മഴ ലഭിക്കാം. മലേഷ്യയിൽ നിന്നുള്ള അതിശക്തമായ പ്രളയത്തിന്റെ ദൃശ്യങ്ങളാണ് നിങ്ങൾ കാണുന്നത്. 4 പേരുടെ ജീവൻ അപഹരിക്കുകയും ആയിരക്കണക്കിന് ആളുകളെ മാറ്റിപ്പാർപ്പിക്കുകയും ചെയ്തു. മഴയ്ക്ക് ശേഷം 1 ദശാബ്ദത്തിനിടയിലെ ഏറ്റവും വലിയ വെള്ളപ്പൊക്കമാണ് മലേഷ്യയിൽ ഉണ്ടായിരിക്കുന്നത്. തായ്ലൻഡിലും ഇന്തോനേഷ്യയിലും കനത്ത മഴയിൽ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായതിനു പുറമെയാണ് ഇപ്പോൾ മലേഷ്യയിലെ വാർത്തകൾ വരുന്നത്. ബ്രസീലിൽ കനത്ത പ്രളയം തുടരുന്നു.